നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഒരു വ്യാഴവട്ടക്കാലം പിന്നിടുന്നു. വലിയ നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ പലരും നിരത്തുന്നുണ്ടാകാം. അതേസമയം കോട്ടങ്ങളും ഉണ്ടായിട്ടില്ലേ? ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം 12 വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഴവട്ടം. എന്താണ് അതിന്റെ ശാസ്ത്രീയത എന്ന് എനിക്കറിയില്ല. അതിൽ കണക്കുണ്ട്, എന്നൊരു കണക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കുംഭമേളൊക്കെ 12 വർഷം കൂടും. മാമാങ്കം 12 വർഷത്തിൽ. അപ്പം അത് ഈ 12 വർഷം ഏതായാലും അതങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 12 വർഷം സാധാരണ ഒരു മുഖ്യമന്ത്രി വിലയിരുത്തുന്ന പ്രധാനമന്ത്രി പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ മോഡിയെ പറ്റി നമുക്ക് പറയാനുണ്ട്. മോഡി ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പാരഡൈം ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നിലവിലുള്ള നമ്മുടെ ശീലങ്ങളെയും നമ്മുടെ രീതികളെയും മോഡി മാറ്റി മറിച്ചിട്ടുണ്ട്. അത് ഒന്നാമത് വിദേശകാര്യ രംഗത്താണ്. മോഡി ആദ്യം എല്ലാവരെയും ചേർത്ത് നിർത്താൻ നോക്കി. പക്ഷെ അതെല്ലാവരും ഒരു എളുപ്പമായി കണ്ടു. എസ്പെഷ്യലി പാകിസ്ഥാൻ എളുപ്പമായി കണ്ടപ്പോൾ മോഡി നിലപാട് മാറ്റി. പാകിസ്ഥാനോട് ബ്ലഡ് ആൻഡ് അയൺ എന്നുള്ളത് അങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കും. നമ്മൾ ആഗ്രഹിച്ചാണ് കുട്ടിക്കാലം തൊട്ട്. അവന്മാർ ഇവിടെ ഒന്ന് പൊട്ടിക്കുമ്പോൾ നമ്മളെന്താണ് പേടിച്ചിരിക്കുന്നത്? അവരെക്കാളും വലിയ ശക്തിയാണ് നമ്മളെന്തിനാണ് പേടിച്ചിരിക്കുന്നത്? പോയി അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ അടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൂഢാലോചനയാണ്. മനസ്സിലായി? രണ്ടാമത്തെ മോഡി ഫിനാൻഷ്യലി ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഫിനാൻഷ്യലി ശക്തിപ്പെടുത്താൻ GDP വളർച്ച മാത്രമല്ല, GDP വളർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഗുണം താഴെ തട്ടിൽ വരുന്നത് കേരളം പോലെ. അങ്ങനെ താഴെ തട്ടിൽ വരുന്നത് നമ്മൾ പല മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഊർജ്ജ രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കണം. കാരണം പെട്രോളിയം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മൾ. യുറേനിയം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇതിൻ്റെ രണ്ട് സോഴ്സസ് നമുക്ക് വളരെ കുറവാണ്. മോഡി ഇന്ത്യയിൽ ഇപ്പോൾ പര്യവേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ റിസൾട്ട് കണ്ടെത്തിയിട്ടില്ല. ഇനി ഒരുപാട് പര്യവേഷണങ്ങൾ കൊച്ചി കായലിലൊക്കെ എണ്ണ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൊച്ചി കടലിലൊക്കെ ഉൾക്കടലിൽ എണ്ണ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ കണ്ടെത്തണം. പക്ഷെ അദ്ദേഹം അതിന് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ EVസിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി നമ്മളെ ഈ എനർജി ക്രൈസിസിനും അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിക്കും ഒരു വലിയൊരു കുറവുണ്ടാകും. ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മൾ ഇതിൻ്റെ മുന്നിലൊന്നല്ല. പക്ഷേ സെമി കണ്ടക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ സിലിക്ക പോലെയുള്ള ലിഥിയം പോലെയുള്ള മിനറൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ബന്ധം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദാനിയെയും ടാറ്റയെയൊക്കെ അദ്ദേഹം കയറൂരി വിട്ടിരിക്കുന്നത്. ഇവിടെ ചില ആളുകൾക്ക് ഈ പേരൊക്കെ കേട്ടാൽ മോങ്കാക്കും. പക്ഷെ അവർക്ക് പിന്നെ ഏതെങ്കിലും വിദേശ കമ്പനികളെ പേര് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. അദാനി ഇഷ്ടമല്ല. അപ്പം പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെന്റിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ആരോഗ്യരംഗം, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പം പ്രൈവറ്റ് കമ്പനികളെ കൊണ്ട് അത് ചെയ്യുന്നു. ഇവിടെ വലിയ തുറമുഖങ്ങൾ ഉണ്ടാക്കുന്നു, ഏത് ക്രൈസിസിനെ നേരിടാൻ പറ്റിയിട്ടുള്ള. അതുപോലെ തന്നെ വലിയ സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്തിടെ ഞാൻ വായിച്ചത് ഖത്തറോ ഏതൊരു പ്രധാനപ്പെട്ട ദുബായ് UAE എന്നോ അവരുടെ എണ്ണ ശേഖരത്തെ നല്ലൊരു പങ്ക് ഇന്ത്യയിൽ റിസർവ് ആയിട്ട് വെക്കാൻ പോകാം. അത് നമുക്കും ഗുണമാണ്, അവർക്കും ഗുണമാണ്. മനസ്സിലായില്ലേ? യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എണ്ണയ്ക്ക് അവർക്ക് റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അവർക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് അംബാനിയുടെ ഗുജറാത്തിലേക്കുള്ള റിഫൈനറീസ് ആരാണ് ഇൻഷുർ ചെയ്തിരിക്കുക? അമേരിക്കൻ കമ്പനികളാണ്. അമേരിക്കൻ കമ്പനികൾ എന്ന് വെച്ചാൽ അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനികൾ എന്ന് വെച്ചാൽ അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന് ഒരു അറ്റാക്ക് അതിനെതിരെ നടത്തില്ല. തീർന്നാൽ അമേരിക്കൻ കമ്പനികൾക്ക് പ്രശ്നമാവും. അപ്പോൾ അമേരിക്കൻ കമ്പനികൾ പ്രശ്നം, അമേരിക്കൻ സ്റ്റേറ്റിന് പ്രശ്നം. അതുകൊണ്ട് അത് ഡിറ്ററൻ്റാണ്. അല്ലാണ്ട് മോഡി ഒന്നും കാണാതെ ഗുജറാത്ത് കൊണ്ടുവച്ച് ഈ സാധനം ഉണ്ടാക്കിപ്പിക്കില്ല. അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇൻഷുർ ചെയ്ത അമേരിക്കൻ കമ്പനികളാണ്. അത് പൊട്ടിയാൽ അമേരിക്കൻ കമ്പനികൾക്കാണ് നഷ്ടം, അമേരിക്കക്കാണ് നഷ്ടം. അങ്ങനെ തന്ത്രപര എനർജി രംഗത്ത് അദ്ദേഹം ആ രീതിയിലുള്ള അതുപോലെ തന്നെ നമ്മളെ വീടുകളിൽ മിക്ക വീടുകളിൽ സോളാർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ എനർജി ഗ്രിഡിലേക്ക് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിപ്പം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് മിക്ക വീടുകളും. ഈ സംഭവം ഇപ്പോൾ പല യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൂടേണ്ടി വരും എന്നുള്ളത്. കാരണം ഈ യുദ്ധവിമാനങ്ങൾ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് കണ്ട് ബോംബിടാൻ സാധ്യതയുണ്ട്. അത് യുദ്ധം വരുമ്പോൾ അല്ല, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആംസ് ആൻഡ് അമ്യൂണേഷൻസ്. ആയുധ രംഗത്ത് നമ്മൾ മറ്റു രാജ്യങ്ങളെ ഭയങ്കരമായി ആശ്രയിച്ചിരുന്നു. ആയുധ രംഗത്ത് നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ലോകശക്തി ആവില്ല ഇൻ റിയൽ ടേംസിൽ. നിങ്ങൾ അമേരിക്ക, റഷ്യ ആൻഡ് ചൈന ലോകശക്തി എന്ന് പറയുന്നത് അവർക്ക് ഏതാണ്ട് സ്വയം പര്യാപ്തത ഈ മേഖലയിലുണ്ട്. ജപ്പാൻ എന്തുകൊണ്ട് റിയൽ ലോകശക്തിയല്ല? അവർക്ക് സ്വയം പര്യാപ്തത ഇല്ല. ഗൾഫ് രാജ്യങ്ങൾക്കില്ല. പാകിസ്ഥാൻ പോലും ഇല്ല. പാകിസ്ഥാൻ ആറ്റം ബോംബ് ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ലോകശക്തി എന്ന് വേണം പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വലിയൊരു പ്രശ്നമാണ്. നമ്മൾക്ക് നമ്മുടെ GDP വളർച്ചയുണ്ട്, വലിയ രീതിയിലുള്ള പോപ്പുലേഷൻ ഉണ്ട്, അതിൽ യങ്സ്റ്റേഴ്സ് വളരെ കൂടുതലുണ്ട്, ഒക്കെ ശരിയാണ്. വലിയ സ്റ്റാൻഡിങ് ആർമിയുണ്ട്. പക്ഷേ ആംസ് ആൻഡ് അമ്യൂണേഷൻ ഒന്നും റഷ്യ, ഇസ്രായേൽ, അമേരിക്ക ഇവരെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡിപ്പെൻഡൻസി നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. അതിനും അദ്ദേഹം പ്രൈവറ്റ് മേഖലയെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരാണ് ജോയിന്റ് വെഞ്ചർ. ടാറ്റ, അദാനി, അംബാനി ഇവരൊക്കെ ജോയിന്റ് വെഞ്ചർ തുടങ്ങും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ആയുധങ്ങൾ വിറ്റുവേണം. അവരിപ്പം ഒരു ലിമിറ്റഡ് ആയിട്ട് അവർ
ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണ്. അവരുമായിട്ട് മാത്രമേ നമുക്ക് ഇടപാടുള്ളൂ. റഷ്യ പണ്ടേ നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, അതുകൊണ്ട് റഷ്യയായിട്ട് ഇടപാടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആകുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ISRO അല്ല, ഒരു പ്രധാനപ്പെട്ട ചാരോ അമേരിക്ക വഴി അയച്ചത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അത് ഗാലക്സിയ അങ്ങനെന്തോ അതിൻ്റെ പേര്. അപ്പോൾ ഈ രീതിയിൽ ആരും വിചാരിക്കാത്ത രീതിയിലാണ് സ്വയം പര്യാപ്തതയുടെ കാര്യത്തിൽ അദ്ദേഹം സാമ്പത്തിക രംഗത്ത് അദ്ദേഹം ഇടപെടുന്നത്. 3 സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ആശുപത്രികൾ, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ ഒരേ സമയം പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഈ പറഞ്ഞ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലയിൽ കൂടുതൽ സ്കൂളുകൾ വരുന്നു. ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ സർവശിക്ഷ അഭിയാൻ്റെ ഒക്കെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ഏകാധ്യാപക അധ്യാലയങ്ങൾ കൂടുതലായിട്ട് വരുന്നു. ഓൺലൈൻ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് വരുന്നു. ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ വരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് വേണ്ടത് താഴേക്കിടയിൽ പാവങ്ങൾക്കാണ്. അത് മിഡിൽ ക്ലാസ്സിനും അപ്പർ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ യൂണിവേഴ്സിറ്റികൾ അവർക്ക് ഇവിടെ വരുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പിള്ളേർ അവിടെ പോകണ്ട, അത് ചെയ്യുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ മാത്രമാണ് പിള്ളേർ പുറത്തു പോകുന്നത്. മറ്റു പല സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പൈസക്കാർ മാത്രമേ പുറത്തു പോകുന്നു. അല്ല, ഓഫ് ഷോ ആയിട്ട് ഓഫ് ക്യാമ്പസുകളുണ്ട് ഇവിടെ. അങ്ങനെ ആ രംഗത്ത് അങ്ങനെ ഒരു പ്രൈവറ്റ് മേഖലയോട് കൂടി കൊണ്ടുവരുന്നു. പിന്നെ പ്രൈവറ്റ് മേഖലയ്ക്ക് അതിലൊക്കെ വലിയ പങ്ക് വഹിക്കാനുണ്ട്, അത് ചെയ്യുന്നു. അപ്പം അതേപോലെ തന്നെ വിമാന കമ്പനികൾ കൂടുതൽ ഇപ്പോൾ എയർപോർട്ടുകളുടെ എണ്ണം കൂടുന്നു. പുതിയ വിമാന കമ്പനികൾ ഇപ്പോൾ അദാനിയുടെ ഒന്ന് വരാൻ പോകുന്നു. ആ മേഖലയിലും ഓരോ അപകടം വരുമ്പോഴും അത് കാര്യക്ഷമമായ അന്വേഷണം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, വെറുതെ ഒരു അന്വേഷണമല്ല, പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആവശ്യമായ സപ്പോർട്ടുകൾ കൊടുക്കുന്നു. പിന്നെ പൊതുഗതാഗതം കൂടുതൽ മെട്രോസ് വരുന്നു. കൂടുതൽ അർബൺ യൂട്ടിലിറ്റി, കൂടുതൽ പൊതുവായിട്ടുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ പൊതുവെ പ്രൈവറ്റ് കാറുകൾ ഉപയോഗിക്കുന്നത്. യൂറോപ്പിലെല്ലാം തന്നെ സൈക്കിളുകളും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലായിടത്തും കാർ കൊണ്ട് വെച്ച് ട്രാഫിക് ബ്ലോക്കാണ്. മാത്രമല്ല ഇന്ധന കൺസംഷൻ കൂടുകയാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഓവർ റിന്യൂവൽ വിഷൻ്റെ ഭാഗമായിട്ട് ഈ ബസ്സുകൾ കൊടുക്കുകയാണ് സംസ്ഥാനം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കുറച്ച് ബസ്സുകൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ അതാണ് കഴിഞ്ഞ LDF ഗവൺമെൻറ് വേണ്ടാന്ന് വെച്ചത്, മോഡിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഉപയോഗം കൂടി വരുമ്പോൾ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളുടെ എണ്ണം കുറയുന്നു മാത്രമല്ല ഇന്ധന രംഗത്ത് നമുക്ക് കൂടുതൽ പൈസ ലാഭിക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നു. 2 ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. എസ്പെഷ്യലി അരുണാചൽ പ്രദേശൊക്കെ പോലുള്ള പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ, ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ പുതിയ റോഡുകൾ വരുന്നു, പുതിയ എയർപോർട്ടുകൾ വരുന്നു, എയർ സ്ട്രിപ്പുകൾ വരുന്നു, സീ പ്ലെയിനുകൾ വരുന്നു. കൊച്ചി തന്നെ സീ പ്ലെയിൻ നാളെ ലാൻഡ് ചെയ്യണ്ടായി. പിന്നെ റെയിൽവേയിലും ബുള്ളറ്റ് ട്രെയിൻ വരുന്നു. അത് ഇൻഡിജീനിയസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ സർവ്വ മേഖലയിൽ ഒരു മാറ്റം നമ്മൾ കാണാം. പക്ഷേ ഇന്ത്യയിലൊരു അനക്കം വരണമെങ്കിൽ അത് നമുക്ക് ഫീൽ 25 വർഷമെങ്കിലും കഴിയും. കാരണം വലിയൊരു രാജ്യമാണ്, ഹ്യൂജ് പോപ്പുലേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ദൃശ്യമാകുന്നത്. നമ്മളെപ്പോലെ അതൊക്കെ അന്വേഷിക്കുന്നവർക്ക് ചരിത്രബോധമുള്ളവർക്ക് എളുപ്പം അത് മനസ്സിലാവും. പക്ഷേ ആ മാറ്റം വരുന്നുണ്ട്. അതിന് 25 വർഷമെങ്കിലും വേണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് ദൃശ്യമാകാൻ വേണ്ടി. അത് അങ്ങനെ നമ്മൾ വളരുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് വിദേശ രാജ്യങ്ങൾക്ക് നമ്മളോടുള്ള ശത്രുത. നമ്മളാരോടും പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലല്ലോ, അവർക്ക് നമ്മളോട് ശത്രുത. നമ്മൾ വളരുന്നു, നമ്മൾ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. പിന്നെ ഇന്ത്യ നേരിട്ട വലിയ സാംസ്കാരികമായ പ്രശ്നമായിരുന്നു ഈ ഇവാഞ്ചലിസ്റ്റുകൾ നടത്തുന്ന മതപരിവർത്തനം. ഇവിടെ ഹിന്ദു മുസ്ലിം പ്രശ്നം എന്ന് വിളിച്ച് ഒരു ചിത്രം ഉണ്ടാക്കി അവരുടെ ബിസിനസ് നടത്തുന്നുണ്ട്. അതിന് മോഡി ഫണ്ട് കർട്ടയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തനം പല സംസ്ഥാനങ്ങളിലും മത പരിവർത്തന നമ്മുടെ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമഗ്രമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന മാറ്റങ്ങൾ മോഡി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് ഞാനൊരു മോഡി ഫാനായിട്ടൊന്നല്ല, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഫാനാണ്. എൻ്റെ രാജ്യത്തിൻ്റെ ഫാൻ എന്ന രീതിയിൽ രാജീവ് ഗാന്ധിക്ക് ശേഷം ഞാനിങ്ങനെ ഒരു പ്രൈം മിനിസ്റ്ററിന് ആദ്യമായിട്ട് കാണും.